ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷമല്ല കേട്ടോ, ഇന്നലത്തെ വിശേഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നലെ ആയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ആളും കൂടെ വൈകിട്ട് അനന്തങ്ങാട് പോകാൻ പ്ലാൻ ചെയ്തു കേട്ടോ. ടിൻറ്റു ചേട്ടനൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ആയില്യം മിസ് ചെയ്യാറില്ല ഇവിടെ. അങ്ങനെ കരമന വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇവിടുത്തെ പൂക്കടയുടെ സ്മെല്ല് ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പൂക്കടയും ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇത്രയും ഭാഗം അത് കഴിഞ്ഞ് നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞങ്ങൾ ഫ്ലൈ ഓവർ പിടിച്ചിട്ടാണ് പോയത്, കാരണം ഫ്ലൈ ഓവർ ഇറങ്ങിയാൽ നമുക്ക് അനന്തങ്ങാട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പോർഷനൊക്കെ കാണാൻ പറ്റും, ഗോപുരം, മേളത്തെ ഗോപുരമൊക്കെ. അങ്ങനെ പുതിയ വഴിയാട്ടോ, ഇത് ഫസ്റ്റ് ടൈമാണ് ഈ വഴി ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു നടവഴിയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസിൻ്റെ എന്തെങ്കിലും ഒരു ബീറ്റ് ഞാൻ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഡാൻസ്. പിന്നെ ഞങ്ങൾ നേരെ അമ്പലം വെച്ച് പിടിച്ചു കേട്ടോ. ടിൻറ്റു ചേട്ടൻ പറഞ്ഞു നേരത്തെ അമ്പലം അടയ്ക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്പീഡിൽ പോകാം കേട്ടോ. ശരിക്കും 7:30 സാധാരണ അടയ്ക്കാറുണ്ട്, പക്ഷേ അതിലാണ്ട് കുറച്ച് നേരം കൊണ്ട് നിൽക്കും. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തങ്ങാടും ഏതാണ്ട് അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അതുവഴിയും പാസ് ചെയ്യാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഷർണയ്ക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഷർണ എന്ന് വെച്ചാൽ മാളു കണ്ടോ, മാളുവിന് കോളൊക്കെ വന്ന് അവൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ പഴവങ്ങാടി വഴി ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കാര്യം അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. നേരെ ഞങ്ങൾ ജേക്കബ് ജംഗ്ഷനിലുള്ള വിജയങ്ങളുടെ കടയിൽ പോയി ചായക്ക് കുടിച്ചോട്ടെ. ഞാനൊരു കോഫിയും ഒരു മുട്ട ബജിയും പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മുട്ട ബജി, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം അന്വേഷിച്ച് തപ്പി നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ അടുത്ത്. എപ്പോഴും ഞാൻ ഇതിലേ പാസ് ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ ഇവിടെ നിന്നാണ് സാധനമൊക്കെ മേടിക്കുന്നത്, സാബല്യം കോംപ്ലക്സിൽ നിന്ന്. പക്ഷേ ഈ കടയിൽ ആദ്യമായിട്ടാണ് ഞാൻ വന്ന് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ട ബജി. നേരെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈസ്റ്റേൺ ബേക്കറി ഞങ്ങളെ മാടി വിളിച്ചു. അങ്ങനെ അകത്തേക്ക് കയറി. ഇവിടെ എല്ലാം നൊസ്റ്റുമായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. പണ്ടത്തെ ടേസ്റ്റാണ് ഇവിടെ കിട്ടുന്നത്. കേക്ക്സിനാണെങ്കിലും പേസ്ട്രിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഐസിങ് കേക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ അവരുടെ റസ്ക്, ടീ റസ്ക്, പിന്നെ കുക്കീസ്, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ മാള് കുറേ മേടിച്ചു കൂട്ടി. എനിക്ക് സാധാരണ ഞാൻ അങ്ങനെ മധുരം അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് അത്ര പ്രിയമില്ല. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടോട്ടെ. ഞങ്ങൾ അപ്പോഴത്തേക്കും കോൾ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അന്വേഷിച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. കാരണം ഇത്രയും സമയം ഞങ്ങളൊരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട് വീടെത്താൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ.